ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടേ, നമുക്ക് നേരെ പോയി നമ്മുടെ കോഴിക്കളെ വിടാം കേട്ടോ. കോഴിക്കളെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അരി കൊടുക്കുന്നത് പതിവുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിടി അരി അവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ വഴിക്കായി നമ്മളെ ശല്യപ്പെടുത്താൻ വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പിടി അരി ഇതേ ഇട്ട് കൊടുത്തു. ഇനി അവരെന്താവും, ഇനി അവരെ വഴിക്ക് പോയിക്കോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ അലമ്പാക്കുന്ന പറഞ്ഞാൽ സൗണ്ട് കൊണ്ട് നമുക്കൊന്നും കേൾക്കത്തില്ല. അത്രയും കുറച്ചധികം ആൾക്കാരുണ്ടായത് കൊണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുത്തുമണി ലിയോനെ വിടാം കേട്ടോ. ലിയോനെ വിട്ട് കഴിഞ്ഞാല് ഇവന് പിന്നെ മേലും കീഴും നോക്കില്ല കേട്ടോ. മേലോട്ട് കയറി അങ്ങോട്ട് ചാടിയും സന്തോഷം എങ്ങനെ അറിയിക്കാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ നമുക്കൊരു ധൈര്യം തരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നമ്മുടെ കയ്യിനും കാലിനൊക്കെ അടിക്കാനൊക്കെ നോക്കി ചുമ്മാ കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ലിയോനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എപ്പോഴും കിട്ടില്ല കേട്ടോ. അവൻ എപ്പോഴേ ഇതേ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത്ര സന്തോഷത്തോടു കൂടി അവൻ പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് നിങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നവന് ഒട്ടും പറ്റിയില്ല കേട്ടോ. അവന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊന്നും പറ്റില്ല. അവനക്ക് വേണം എല്ലാം എന്നുള്ള ചിന്താഗതിക്കാരാണ് അവൻ. അപ്പൊ അവനും കൊടുത്തിട്ട് ഒരു കഷ്ണം പെല്ലറ്റ് അവനത് കഴിച്ചു കേട്ടോ. കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പെല്ലറ്റ് അല്ലേ. അങ്ങനെ ഞങ്ങള് അവിടുന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങാട്ടോ. ഇനി ആ ഒരു കോൺക്രീറ്റ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടത്തം പതിവാണ്. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവൻ എന്റെ പിന്നാലെ മുന്നിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നടക്കും. അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നടക്കാൻ ഇറങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അച്ഛൻ്റെ ഏട്ടൻ പറഞ്ഞത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ 3 മണിയൊക്കെ ആയപ്പോൾ ആന വന്നായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ആന വന്ന ആ ഒരു കാൽപ്പാടൊക്കെ അവിടെ ഉണ്ട്, ചവിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ നേരെ ലിയോനും കൂട്ടി നേരെ പോവട്ടെ അങ്ങോട്ട്. ചെന്ന് നോക്കിയപ്പോൾ സത്യമാണ്, അവിടെ ആന വന്നിരുന്നു. ആ ചവിട്ടും കാലിന്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ 2-3 കാലൊക്കെ വെച്ച കംപ്ലീറ്റ് ആവുന്ന ഓരോ ചവിട്ടാണ്. വലിയ ആന ആയിരിക്കണം. അവര് കണ്ടതൊന്നുമില്ല. ഇങ്ങനെ അവിടെ ആകെ ചവിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ മരമൊക്കെ ആകെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ പുഴയുടെ ഈ സൈഡിലൊക്കെ ആകെ ഇടിച്ച് നിരത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ വഴിയാണ്. അപ്പോൾ പുള്ളിക്കാരന് പോകാൻ ഗ്യാപ്പില്ലായിരുന്നുകൊണ്ട് ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴി. ഇവിടെ പുഴ സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ പുഴയുടെ ഭാഗമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ ഇവിടെയാണ് ആൾ ഇറങ്ങിയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കാട്ടിലേക്ക് കയറി പോയേക്കാണ്. അപ്പൊ ലിയോ അവന്റെ സ്മെല്ലൊക്കെ പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ആനയുടെ കാല് ലിയോ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി പോകണം, അല്ലെങ്കിൽ ലിയോയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വലിപ്പമാണ് ആനയുടെ ഒരു കാൽപ്പത്തി. അപ്പോൾ ഇവിടെയാണ് ആന വന്ന് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ അപ്പുറത്ത് കാടാണ്, തേക്കുമുശത്തിന്റെ ഒക്കെ ഭാഗമാണ്, കരിമ്പുഴ ആ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ലിയോ അങ്ങനെ കളിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മള് ആനയുടെ കാൽപ്പാട കണ്ട് തിരിച്ചിങ്ങോട്ട് പോരാൻ നിൽക്കുകയാണ്. ലിയോ നിന്ന് കഴിഞ്ഞാൽ ആനയുടെ കാൽപ്പാടിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അത്രയും വലിയ കാലാണ്. അപ്പൊ അത്രയും വലിയ ആനയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തു കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യാണ്. സൺഡേ ആണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്, ഇങ്ങനെ ഒന്ന് വന്നു നോക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ മഴ പെയ്തു. തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് തന്നെ പോവാ കേട്ടോ. കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നേരെ പോന്നു കേട്ടോ. നല്ല മഴയാണ്. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.